പപ്പയ്ക്കും ചിരി അടക്കാനായില്ല. അവരുടെ ചിരി കേട്ട് അവൾക്ക് പിന്നെയും ദേഷ്യം വന്നു. അവൾ രണ്ടുപേരുടെയും കയ്യിൽ മാന്തി. കുഞ്ഞുകുട്ടിയാണെങ്കിലും അവളുടെ കയ്യിൽ നല്ല നഖമാണ്. അതുകൊണ്ട് രണ്ടിൻ്റെയും ചിരി സ്വിച്ചിട്ടത് പോലെ നിന്നു. സിദ്ധു അപ്പുവിൻ്റെ പപ്പയെ നന്നായി ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് അയാൾ സിദ്ധുവിനോട് ചോദിച്ചു, എന്താടാ നീ എന്തിനെ തുറിച്ചു നോക്കുന്നേ? എനിക്കും കിട്ടി, നീ കണ്ടില്ലേ? ആ, അല്ലെങ്കിൽ നിനക്ക് കിട്ടണം, നിൻ്റെ അല്ലേ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതല്ല, ഇതിനപ്പുറം അവൾ ചെയ്യും. സിദ്ധു പറഞ്ഞു. അതെടാ എൻ്റെ തന്നെ. വാടാ വാവേ, നമുക്ക് കുളിക്കണ്ടേ? പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സ്കൂളിൽ പോണ്ടേ? വൈകിട്ട് വന്ന് നമുക്ക് വാവാച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാം. ഇതെല്ലാം കേട്ട് അപ്പൂസിൻ്റെ കണ്ണുകൾ വിടർന്നു, ചുണ്ടുകൾ കൗതുകത്താൽ കൂർത്തു. അത് കണ്ട് വാത്സല്യത്തോടെ അയാൾ അവളുടെ നെറ്റിയിൽ മുകർന്നു. അവളും അവനെ തിരികെ ചുംബിച്ചു. ആഹാ, ഇതാരാ എന്നും ചോദിച്ച് നിമ്മി ടീച്ചർ അവളുടെ അടുക്കൽ നടന്നു. അപ്പോഴാണ് അവളുടെ കൂടെ വന്ന പുതിയ ആളെ അവർ കാണുന്നത്. അവർ പരിചയമില്ലാത്ത അയാൾ നോക്കിയിട്ട് അർപ്പിതയെ നോക്കി. അവരുടെ സംശയം എന്താണെന്ന് മനസ്സിലാക്കിയ അയാൾ അവർക്ക് സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ ഡോക്ടർ ആരവ്, കാർഡിയോളജിസ്റ്റാണ്. ഞാൻ അർപ്പിതയുടെ പപ്പയാണ്. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഫ്രണ്ട് ഡോക്ടർ സിദ്ധാർത്ഥ് ആണ് ഇവളെ കൊണ്ടുവന്ന് ചേർത്തത്. ആ സർ, എനിക്ക് മനസ്സിലായില്ലായിരുന്നു, അതാണ് ഞാൻ എന്ന് നിമ്മി പറഞ്ഞു നിർത്തി. ശരി ടീച്ചർ, മോളെ എവിടെ ഇരുത്തേണ്ടത്? ആരവ് ചോദിച്ചു. മോളിത് ആ ക്ലാസ് റൂമിലാണ്. അവളുടെ ടീച്ചർ ഇന്ന് കുറച്ച് ലേറ്റ് ആവും വരാൻ, അതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ. ആ, ഞാൻ എന്നാൽ വൈകിട്ട് മോളെ കൂട്ടാൻ നേരത്ത് വരാം. എന്നിട്ട് അവളുടെ ടീച്ചറിനെ കണ്ട് സംസാരിച്ചോളാം. അപ്പുവിനെ ക്ലാസ്സിൽ കയറ്റിയിരുത്തി അവളോട് യാത്ര പറഞ്ഞ് ആരവ് കാറിൽ കയറി യാത്ര തിരിച്ചു. അതേസമയം കുറച്ചു മാറി ജാൻവിയും അദ്രിതും സ്കൂളിലെത്തി. ജാൻവി അദ്രുവിനെയും കൂട്ടി തൻ്റെ ക്ലാസ്സിൽ കയറി. ജാൻവി ടീച്ചറെ, നിമ്മി വിളിച്ചു. എന്തോ? ഇന്ന് ടീച്ചറിൻ്റെ ക്ലാസ്സിലെ അർപ്പിതയുടെ അച്ഛനാണ് അവളെ കൊണ്ടുവിട്ടത്. അവളെ വിളിക്കാൻ അയാൾ വൈകുന്നേരം വരും. അപ്പോൾ ടീച്ചറിനെ കണ്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. ആ ടീച്ചറെ, ഇന്നെന്താ ടീച്ചറെ താമസിക്കുമെന്ന് വിളിച്ചു പറഞ്ഞത്? എന്തെങ്കിലും തിരക്കുണ്ടായിരുന്നോ? ഇന്ന് മോൻ്റെ പിറന്നാളാണ്, അതുകൊണ്ട് അവനെയും കൂട്ടിയൊന്ന് ക്ഷേത്രം വരെ പോയി, അതാ താമസിച്ചത്. ആഹാ, പിറന്നാളായിട്ട് അദ്രുവേ നീ എനിക്ക് മിഠായി തന്നില്ലല്ലോ എന്ന് ചോദിച്ച് നിമ്മി അദ്രുവിൻ്റെ കവളിൽ പിടിച്ചു വലിച്ചു. അത് കേട്ട് അദ്രു ചിരിച്ചുകൊണ്ട് കയ്യിലിരുന്ന മിഠായി പാക്കറ്റ് നിമ്മിയുടെ നേരെ നീട്ടി. നിമ്മി ചിരിച്ചുകൊണ്ട് ആ പാക്കറ്റിൽ നിന്ന് മിഠായി എടുത്തിട്ട് അദ്രുവിനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അവൻ താങ്ക് യു പറഞ്ഞ് ബാക്കി മിഠായി ക്ലാസ്സിലെ എല്ലാവർക്കും കൊടുക്കാനായി പോയി. ടീച്ചറേ എന്ന് വിളിച്ച് ജാൻവിയെ കണ്ട് ഓടി വരികയാണ് അർപ്പിത. അവളുടെ ഓട്ടം വീഴാനാണെന്ന് മനസ്സിലാക്കിയ ജാൻവി ഓടിച്ചെന്ന് അവളെ പിടിച്ചു. വാവേ, എന്തൊരോട്ടോ ഇത്? നീ വീഴില്ലേടാ? ജാൻവി അതും ചോദിച്ച് അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളെ തുരുതുര ഉമ്മ വെച്ചു. ജാൻവി ശരിക്കും അവൾ വീഴുമെന്ന് പേടിച്ചു. മനസ്സൊന്ന് ശാന്തമായപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന് ജാൻവി ഓർത്തത്. താൻ എന്താവും ഇത്രയും പേടിച്ചത്? മറ്റു കുട്ടികളും വീഴാൻ പോകുമ്പോൾ ഞാൻ പിടിക്കുമല്ലോ, പക്ഷെ എൻ്റെ ഹൃദയം ഇത്രമാത്രം പിടച്ചിട്ടില്ല. അദ്രുവിനെക്കുറിച്ച് ഓർത്തല്ലാതെ തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നവൾ ചിന്തിച്ചു. ടീച്ചറേ എന്നുള്ള അർപ്പിതയുടെ വിളിയാണ് ജാൻവിയെ തൻ്റെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. എന്തടാ വാവേ? അതെ, ഇന്ന് മോളുടെ ബർത്ത്ഡേയാ, അർപ്പിത പറഞ്ഞു. ആണുടാ വാവേ? ഇന്ന് സന്തോഷത്തോടെ ജാൻവി അവളുടെ കവിളിൽ ചുംബനം നൽകി. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അർപ്പിത ജാൻവിക്ക് തിരിച്ചുമ്മ കൊടുത്തിട്ട് തൻ്റെ കയ്യിലെ ചോക്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി. ജാൻവി ആ ചോക്ലേറ്റ് വാങ്ങി അതിൻ്റെ കവർ തുറന്നിട്ട് ചോക്ലേറ്റ് എടുത്ത് അപ്പുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അറിയാതെയാണെങ്കിലും ജാൻവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തൻ്റെ പൊന്നോമനയെക്കുറിച്ച് ഓർത്തു. റോസ് നിറത്തിൽ കണ്ണടച്ച് കിടന്ന ആ കുരുന്നിനെ കണ്ടതാണ്. അവൾക്ക് ഇന്ന് 3 വയസ്സ് തികയും. എൻ്റെ മോള് വലുതായി കാണുമല്ലേ? അത് ഓർത്തുകൊണ്ട് അവൾ അപ്പുവിനെ നോക്കി. എൻ്റെ മോളും ഇവളുടെ അത്രയായി കാണുമായിരിക്കും. ഇതുപോലെ ഒരു കുസൃതി കുടിക്കുകയായിരിക്കും. അങ്ങനെ ജാൻവിയുടെ ചിന്തകൾ തൻ്റെ പൊന്നോമനെ ചുറ്റിപ്പറ്റി നിന്നു. ആ ഓർമ്മകൾ തന്നെ എന്നും വേദനിപ്പിക്കും. പക്ഷേ അതും ഒരു സുഖമുള്ള നോവാണ്. തൻ്റെ കുഞ്ഞ് അവളുടെ അപ്പയുടെ കൂടെ സുഖമായി ജീവിക്കുന്നുണ്ടാവും. അവളെ ആരവേട്ടൻ നന്നായി നോക്കും. അത് ഞാൻ കണ്ടതല്ലേ. അന്ന് താൻ തൻ്റെ കണ്ണനെയും കൊണ്ട് നാട് വിട്ടു പോകുന്നതിന് മുൻപ് മാറി നിന്ന് അവസാനമായി തൻ്റെ കുഞ്ഞിയെ ചേർത്ത് പിടിച്ച് ലാളിക്കുന്ന തൻ്റെ പ്രിയനെ. ടീച്ചറെ, അപ്പൂസ് വിളിച്ചു. ആ വാവേ, ജാൻവി ഒന്ന് ഞെട്ടിക്കൊണ്ട് വിളിച്ചു. അദ്രിതിൻ്റെയും ബർത്ത്ഡേ ഇന്നാണോ? അതേ വാവേ, കണ്ണൻ്റെ ബർത്ത്ഡേയും ഇന്നാണ്.
അർപ്പിത കണ്ണനെ നോക്കിയിട്ട് അവൻ്റെ അടുത്ത് പോയി അവൻ്റെ കയ്യിൽ പിടിച്ചു. അദ്രു അപ്പൂസിനെ നോക്കി ചിരിച്ചു. അപ്പൂസ് അവൻ്റെ കയ്യിൽ പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. കണ്ണൻ അവളോട് താങ്ക് യുവും പറഞ്ഞു. മോനെ കണ്ണ, ഇന്ന് അർപ്പിതയുടെയും ബർത്ത്ഡേയാ, വാവേ വിഷ് ചെയ്യ. ആണോ എന്ന് അദ്രു അപ്പൂസിനോട് ചോദിച്ചു. ആ, ഇന്ന് മോൻ്റെയും ബർത്ത്ഡേയാ ആണെന്ന് അവൾ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ വാവാച്ചി. കണ്ണൻ അതും പറഞ്ഞ് അവളുടെ കവളിൽ പിടിച്ചു. അവളും അവനെ നോക്കി ചിരിച്ചു. അനു, നീ എന്തിനു നേരത്തെ വിളിച്ചത്? ഞാനിവിടെ ക്ലാസ്സിലായിരുന്നതുകൊണ്ട് ഫോൺ സൈലൻറ്റില്ല, ഇപ്പോഴാണ് നോക്കിയത്. ജാൻവി ഫോൺ വിളിച്ച് അനുവിനോട് സംസാരിക്കുകയാണ്. ആടി, ഞാൻ വിളിച്ചത് ഇന്ന് എനിക്കും അജിയേട്ടനും ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ടീമിന് ഇന്ന് ബാംഗ്ലൂർക്ക് പോകണം. വെള്ളിയാഴ്ചയെ വരൂ. ആണോ? എൻ്റെ വിഷമം, ഞങ്ങൾ അദ്രുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനിരുന്നതാണ് ഇന്ന് വൈകിട്ട്. അത് കുളമായില്ലേ? അത് സാരമില്ല അനു, നിങ്ങൾ വന്നിട്ട് നമുക്ക് ആഘോഷിക്കാം, പോരെ? മതി, അനു പറഞ്ഞു. പിന്നെ എൻ്റെ പൊന്നാങ്ങളെ നോക്കിക്കോണേ. അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയണോ? എൻ്റെ 2 കണ്ണും അങ്ങനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും. നല്ലയാളോടാ ഞാൻ പറഞ്ഞത്. ആ അനു, ഞാൻ പിന്നെ വിളിക്കാം, ക്ലാസ് കഴിയാറാവുന്നേ ഉള്ളൂ. ശരിയെന്നാ. ജാൻവി ഫോൺ വെച്ചു. ഫോൺ വെച്ച് തിരിയുന്നതും ജാൻവി കേൾക്കുന്നത് അർപ്പിതയുടെ ശബ്ദമാണ്. പപ്പ എന്ന് വിളിച്ച് അർപ്പിത ക്ലാസിൻ്റെ വെളിയിലേക്ക് ഓടി. തിരിഞ്ഞു നിന്ന് ജാൻവി അവളുടെ ശബ്ദം കേട്ട് ക്ലാസ്സിന് വെളിയിലേക്ക് ഒന്ന് എത്തി നോക്കി. ജാൻവി താൻ കണ്ടത് സത്യമാണോ അതോ തോന്നലോ എന്ന ചിന്തയിൽ തറഞ്ഞു നിന്നു. അർപ്പിതയുടെ പപ്പ എന്നുള്ള അടുത്ത വിളിയിൽ അവളെ ആരോ വാരിയെടുത്ത് കവിളിൽ ചുണ്ടു ചേർത്തു. ഈ ദൃശ്യങ്ങൾ ജാൻവിയെ നടുക്കി. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയനെ കണ്ട സന്തോഷവും അവളുടെ കൈ അറിയാതെ തന്നെ അവളുടെ താലിയിൽ മുറുകി. തന്നെ അർപ്പിത തൻ്റെ മകൾ, അവൾ തൻ്റെ അടുക്കൽ തന്നെയുണ്ട്. അതും അവളെ സന്തോഷത്തിലാഴ്ത്തി. അതേസമയം തന്നെ തൻ്റെ കൺമുന്നിൽ നീ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോയാലോ എന്നും അവൾ പേടിച്ചു. ഇനി എന്തു ചെയ്യുമെന്ന്. തന്നെ ആരവേട്ടൻ കണ്ടാൽ തങ്ങളുടെ എഗ്രിമെൻ്റ്. തൻ്റെ ചിന്തകൾ മതിച്ചുകൊണ്ടിരുന്നു. ക്ലാസ് റൂമിന് വെളിയിൽ മോടെ ടീച്ചർ എന്ന് കാണണം പപ്പയ്ക്ക്, ആരോ പറഞ്ഞു. ആ പപ്പ, ഞാൻ മിച്ചോൻ്റെ വരാമേ. അപ്പു അതും പറഞ്ഞ് ക്ലാസ്സിനകത്തേക്ക് ഓടി. ടീച്ചറേ എന്നും വിളിച്ചുകൊണ്ട് അപ്പൂസ് ക്ലാസ് റൂമിനകത്ത് കയറി. എന്നാൽ അപ്പൂസിൻ്റെ ശബ്ദം കേട്ട് ജാൻവി അവിടുന്ന് മാറി വെളിയിലേക്ക് പോയി. ജാൻവിയെ ക്ലാസ്സിലെങ്കും കാണാതെ അപ്പൂസ് അവിടെയെല്ലാം കണ്ണോടിച്ചു. ജാൻവിയെ കാണാതെ അപ്പൂസ് അദ്രിതിൻ്റെ അടുത്ത് പോയി അവനോട് ചോദിച്ചു. ടീച്ചർ എന്തിയത്? അപ്പൂസ് ചോദിച്ചു. അറിയില്ല, അമ്മനെ കണ്ടില്ല, ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അതെ, എൻ്റെ പപ്പ ടീച്ചറെ കാണണമെന്ന് പറഞ്ഞു. ആണോ? അപ്പുവിൻ്റെ പപ്പ വന്നിട്ടുണ്ടോ? ആ, വന്നിട്ടുണ്ട്. ആ, അദ്യുവിനെ കാണിച്ചു തരാം. അപ്പു അതും പറഞ്ഞ് അദ്യുതിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ക്ലാസ്സിന് വെളിയിലിറങ്ങി. പപ്പ, എന്താടാ വാവേ, ടീച്ചർ എന്തിയേ? ടീച്ചർ അവിജ കണ്ടില്ല പപ്പ. ആണോടാ? സാരമില്ല കേട്ടോ, നമുക്ക് പിന്നെ വന്ന് കാണാമേ. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നായിരുന്നു എന്ന അദ്രുവിൻ്റെ ശബ്ദമാണ് ആരവ് അപ്പുവിൻ്റെ കൂടെ നിന്ന് അദ്രുവിനെ ശ്രദ്ധിച്ചത്. അദ്രുവിനെ കണ്ട് ആരവ് അവനെ തന്നെ നോക്കി. താൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആരവ് ഓർത്തു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ്റെ മനസ്സിൽ അന്ന് ബീച്ചിൽ വെച്ച് അജീഷിൻ്റെ ഒപ്പം കണ്ട കുട്ടിയെ ഓർത്തു. പരിചയഭാവത്തിൽ ആരവ് അദ്രുവിനെ നോക്കി ചിരിച്ചു. അദ്രുതും ആരവിനെ നോക്കി ചിരിച്ചു. അദ്രുവിൻ്റെ ആ ചിരി ആരവിന് തൻ്റെ കുഞ്ഞിലത്തെ ചിരി ഓർമ്മ വന്നു. പക്ഷെ അമ്മയുടെ കൂടെ എല്ലാത്തിനും പുറകെ നടന്ന 3 വയസ്സുകാരൻ ആരവ് ആ ഓർമ്മകൾ അവനെ തൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ കൊണ്ടുപോകാൻ തുടങ്ങിയതും ആരവ് തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. എന്നിട്ട് അദ്രുവിനെ ഒന്നുകൂടി നോക്കി. തൻ്റെ മുഖത്ത് ഉറ്റുനോക്കുന്ന ആ കുരുന്നിനെ കണ്ട് അവന് വാത്സല്യം തോന്നി. അദ്രുവിൻ്റെ തൻ്റെ വിരലുകൾ ഓടിച്ചുകൊണ്ട് ചോദിച്ചു. ആ, മോൻ അങ്കിളിനെ മനസ്സിലായോ? ആരവ് ചോദിച്ചു. ഈ ദൃശ്യങ്ങളെല്ലാം ഒരു വാതിലിനപ്പുറം നിന്ന് കണ്ട ജാൻവിയുടെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം അച്ഛനെ അങ്കിൾ എന്ന് വിളിക്കേണ്ടി വന്നല്ലോ എന്ന് എൻ്റെ കുഞ്ഞിന് എന്നും ഓർത്ത് അദ്രുത് ആരവിനെ നോക്കി. അവനെ മനസ്സിലായി എന്ന രീതിയിൽ തലകുലുക്കി. ആ, മോനിപ്പോൾ എന്നെ ഓർമ്മയുണ്ടല്ലോ? ആരവ് ചോദിച്ചു. ആ എന്ന് അദ്രു പറഞ്ഞു. ഇത് കണ്ട അപ്പൂസ് അവളുടെ പപ്പയോട് വന്ന് പറഞ്ഞു. പപ്പ, ഇത് എൻ്റെ ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ടാണോ? എനിക്ക് മോനെ നേരത്തെ അറിയാലോ, ഞങ്ങൾ ബീച്ച് വെച്ച് കണ്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ. അത് കേട്ട് ജാൻവി തറഞ്ഞു നിന്നു. എൻ്റെ മോൻ്റെ അച്ഛനോ? എൻ്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെ കേൾക്കണം. സ്വന്തം അച്ഛൻ തന്നെ കുഞ്ഞിനെ വേറെ ആരുടെയോ മകനാണെന്ന്. എനിക്കിതൊന്നും കേൾക്കാൻ ശക്തിയില്ല ഭഗവാനെ.
അദ്രു ആരവിനെയും അപ്പൂസിനെയും നോക്കി തലകുലുക്കി. അപ്പൂസ് അദ്രുവിന് ടാറ്റയും കൊടുത്ത് അവളുടെ പപ്പയുടെ കൂടെ കാറിൽ കയറി. തോളിൽ ഒരു കരസ്പർശമേറ്റപ്പോഴാണ് ജാൻവി തൻ്റെ ചിന്തയിൽ നിന്നും ഉണർന്നത്. ആഹാ, ടീച്ചർ ഇവിടെ നിൽക്കുകയായിരുന്നോ? ആഹാ എന്ന് പതർച്ചയോടെ ജാൻവി പറഞ്ഞു. അല്ല, ടീച്ചർ എന്തിനാ കരയുന്നത്? നിമ്മി ചോദിച്ചു. അപ്പോഴാണ് താൻ ഇത്രയും നേരം കരയുകയായിരുന്നുവെന്ന് ജാൻവി തിരിച്ചറിയുന്നത്. ഉള്ളിലെ വേദനയുടെ ആധിക്യത്താൽ തൻ്റെ കണ്ണിൽ ഉരുണ്ടുകൂടിയ വർഷത്തെ അവൾ അറിഞ്ഞില്ല. എനിക്ക് നല്ല തലവേദന, അതാ കണ്ണ് നിറഞ്ഞത് എന്ന് പതർച്ചയോടെ ജാൻവി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു. ആണോ ടീച്ചറെ? എങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോക്കോ, പോയി റെസ്റ്റ് എടുക്കുക, അപ്പം മാറും. ആ, എന്നാൽ ഞാൻ മോനെയും കൂട്ടി വീട്ടിൽ പോവാ ടീച്ചറെ, ജാൻവി പറഞ്ഞു. കണ്ണനെയും കൂട്ടി വീട്ടിൽ പോകുമ്പോഴും ജാൻവിയുടെ ശ്രദ്ധ ചുറ്റിനും ഒന്നുമല്ലായിരുന്നു. 2 തവണ അവൾ നടന്നു പോകുന്ന വഴിയിൽ വണ്ടിയുടെ മുന്നിൽ ചാടി. അവളെ വഴക്കു പറഞ്ഞതും ഒന്നും അവൾ അറിഞ്ഞില്ല. അമ്മയുടെ ശ്രദ്ധ ഒന്നും താൻ പറയുന്നത് കാര്യത്തിലല്ല എന്ന് മനസ്സിലാക്കിയ അദ്രു അമ്മയെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ വിളി കേൾക്കുമ്പോൾ കണ്ണനെ നോക്കുമെങ്കിലും അതിനുശേഷം അവൾ പിന്നെയും ദേഹിയില്ലാത്ത ദേഹം പോലെ മരവിച്ച മനസ്സോടെ നടന്ന് വീട്ടിലെത്തിയ ജാൻവി തൻ്റെ വസ്ത്രം പോലും മാറാതെ മുറിയിൽ ചെന്ന് ബാഗ് കട്ടിലേക്കിട്ട് അവൾ നിലത്തു പടഞ്ഞിരുന്ന് ഭിത്തിയിൽ തല ചേർത്തിരുന്ന് കണ്ണടച്ചു. അമ്മയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞതുകൊണ്ട് കണ്ണൻ അമ്മയെ ശല്യപ്പെടുത്താൻ പോയില്ല. ജാൻവി തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവുകളിൽ മനസ്സുടക്കി നിന്നു. ജാൻവിയെ തൻ്റെ പഴയകാല ഓർമ്മകൾ മതിച്ചുകൊണ്ടിരുന്നു. ജാൻവി തൻ്റെ ജീവിതത്തിലെ അധ്യായങ്ങളിൽ വീണ്ടും എത്തിപ്പെട്ടു. പഠിക്കണം, ജോലി വാങ്ങണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു തന്നെ ജീവിതത്തിലുടനീളം നയിച്ചിരുന്ന ചിന്ത. ബി.എഡ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ജീവിതം ആകെ ഒരു ചുഴലിക്കാറ്റ് പോലെ ആടി ഉലഞ്ഞത്. തനിക്ക് ആകെയുള്ള അമ്മ തന്നെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച തൻ്റെ അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ആരവേട്ടൻ്റെ താലിക്ക് മുന്നിൽ നിന്നുകൊടുത്തത്. അദ്ദേഹം തൻ്റെ അധികാരം ഒരു എഗ്രിമെൻറ്റിൻ്റെ സഹായത്തോടെ തന്നിൽ സ്ഥാപിച്ചു. തൻ്റെയും സമ്മതത്തോടെയാണ് അത് നടന്നത്. തനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച തൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്തു ചെയ്യുവാനും താൻ തയ്യാറായിരുന്നല്ലോ. വിവാഹം ആരവേട്ടൻ്റെ അച്ഛമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു ശിവക്ഷേത്രത്തിലായിരുന്നു നടന്നത്. ആ നടയിൽ നിന്നിട്ട് ഭഗവാനെ ഒന്ന് തൊഴുതതു പോലുമില്ല അദ്ദേഹം. എല്ലാത്തിനോടും പുച്ഛമായിരുന്നു അയാൾക്ക്. അച്ഛമ്മ ഒഴിച്ചുള്ള ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ആൾക്കൊരു പുച്ഛഭാവമാണ്. തന്നെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ ആരവേട്ടൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടി. സിന്ദൂരവും എന്തോ വൈരാഗ്യം പോലെ സീമന്തരേഖയിൽ അമർത്തി വരച്ചു. ഒരു നുള്ളിന് പകരം 1 മാസം ഇടാനുള്ള കുങ്കുമം തൻ്റെ തലയിൽ തട്ടി. താലി കെട്ട് കഴിഞ്ഞ് നേരെ തറവാട്ട് വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ആരവേട്ടൻ്റെ അച്ഛമ്മ തൻ്റെ കയ്യിൽ വിളക്ക് തന്ന് അകത്ത് കയറ്റി. അതിനു വലിയ താല്പര്യമില്ലാതെ ആരവേട്ടൻ തന്നെ അവിടെ നിർത്തി ആളകത്ത് കയറിപ്പോയി. അത് കണ്ട അച്ഛമ്മ എന്നെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തിയിട്ട് പറഞ്ഞു, അവന് ഒന്നിനോടും വിശ്വാസം ഇല്ല മോളെ. ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്നോ അവനെ കൊണ്ടൊന്ന് കല്യാണം കഴിപ്പിക്കാൻ. എന്തായാലും അവൻ്റെ മനസ്സ് നീ ഉള്ളതുകൊണ്ടല്ലേ അവൻ മോളെ കെട്ടിയത്. ആദ്യം എനിക്ക് അത്ഭുതമായിരുന്നു അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അവന് പെണ്ണുങ്ങളോടൊന്നും അത്ര അടുത്തിടപെടില്ലായിരുന്നു. എല്ലാവരെയും ദേഷ്യമായിരുന്നു. ആരോടും മിണ്ടില്ലായിരുന്നു അവൻ. എൻ്റെ കുഞ്ഞിങ്ങനെയായി മാറിയത് അവൻ്റെ 5-ാം വയസ്സിലാണ്. അതിനെല്ലാം കാരണം അവളാണ്. അതൊക്കെ പോട്ടെ, അവൻ കണ്ടുപിടിച്ച പെണ്ണ് കൊള്ളാം. എനിക്ക് മോളെ ഇഷ്ടമായി, ആരവിൻ്റെ അച്ഛമ്മ പറഞ്ഞു. ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കാൻ മാത്രമേ തനിക്കായുള്ളൂ. ഇഷ്ടപ്പെട്ട പെണ്ണോ താനോ? ദൈവമേ, ഇത് വെറും എഗ്രിമെൻ്റ് കല്യാണമാണെന്ന് ഈ അച്ഛമ്മയ്ക്ക് അറിയില്ലേ? ഞാനിനി ഇവരുടെ മുന്നിൽ അഭിനയിക്കേണ്ടി വരുമല്ലോ. തനിക്ക് സ്വയം പുച്ഛം തോന്നുന്നു. എല്ലാ പെണ്ണുങ്ങളും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായി കാണുന്ന താലി തനിക്ക് വെറും എഗ്രിമെൻ്റ് താലിയാണ്. ഇതിൽ പരം എന്തു വേദനയാണ് തനിക്ക് വരാനുള്ളത്? അച്ചമ്മ ആരവേട്ടൻ്റെ മുറിയിലേക്ക് കയറ്റിവിട്ടപ്പോൾ അടുത്ത പരീക്ഷണം എന്താണെന്നുള്ള ചിന്തയായിരുന്നു. അകത്ത് കയറിയ താൻ കാണുന്നത് തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന ആരവേട്ടനെയാണ്. എന്നിട്ട് തന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും തൻ്റെ കാതിൽ മുഴുകുന്നതായി തോന്നുന്നല്ലോ എന്നുമോർത്ത് അവൾ തൻ്റെ ചെവി രണ്ടും പൊത്തിപ്പിടിച്ചു.